ഹായ് അസ്സലാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ. കഴിഞ്ഞ വീക്കെൻഡിൽ ഷൂട്ട് ചെയ്ത ഒരു വീക്കെൻഡ് വ്ളോഗായിട്ടാണ് വന്നത്. സാധാരണ ഡേ ഇൻ മൈ ലൈഫ് കാണിക്കുന്നത് പോലെ തന്നെയാണ് ഒരു ഡേ എങ്ങനെ ഞങ്ങൾ സ്പെൻഡ് ചെയ്യുന്നു, അതിൽ എവിടെയൊക്കെ പോകുന്നു, എന്തൊക്കെ ഐറ്റംസ് ഉണ്ടാക്കിയത് തുടങ്ങിയ കാര്യങ്ങളാണ് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങളെല്ലാവരും വീഡിയോ കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇന്ന് വെള്ളിയാഴ്ച ദിവസമായതുകൊണ്ട് വളരെ സാവധാനം മാത്രമേ ഞാൻ കിച്ചണിൽ കയറാറുള്ളൂ. ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി ഞാൻ ബ്രെഡ് ടോസ്റ്റാണ് ചെയ്തത്. അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ നേരെ ഫുഡിൻ്റെ വീഡിയോയിലേക്ക് കിടക്കാം. ഇനി ഞാൻ ഉണ്ടാക്കിയത് ബീഫ് മന്തിയാണ്, അതും കുക്കറിൽ. നമുക്ക് എത്ര പെട്ടെന്ന് ഉണ്ടാക്കാമെന്നറിയോ? വളരെ എളുപ്പമാണ്. ചെറിയ കുക്കറാണ് ഞാൻ എടുത്തത്, അതായത് 3 ലിറ്ററിൻ്റെ. അതിൽ ഒരു 4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കുക. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലാദ്യമായിട്ട് ഗ്രാമ്പുമാണ് ചേർത്തത്. ഒരു 10 ഗ്രാമ്പു, അതേപോലെ ഒരു 10 ഏലക്ക, ഒരു കഷ്ണം, ഒരു ചെറിയൊരു പട്ട, ഒരു ബേ ലീഫ്. ഇത് വീട്ടിലുള്ള സാധനം വെച്ചിട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നതെന്നാണ് പറയുന്നത്. ഇതൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കൊരു വലിയ സവാള ചേർക്കാം. അതിനുശേഷം വെളുത്തുള്ളി ഇഞ്ചി, അതായത് ഒരു പകുതി കഷ്ണം, ചെറിയ ഒരു കഷ്ണം ഇഞ്ചിയും ഒരു 4-5 അല്ലി വെളുത്തുള്ളിയും, അതായത് വലിയ വെളുത്തുള്ളിയാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്തത്. ഇഞ്ചി ഞാൻ മുറിച്ചിടുകയാണ് ചെയ്തത്. എന്നുവെച്ചാൽ ബീഫായതുകൊണ്ട് അത് വേഗം അടിഞ്ഞു പോകുമല്ലോ, അതുകൊണ്ട് വേഗം അങ്ങനെ ചെയ്തത്. അതിനുശേഷം കുറച്ച് ഉപ്പ്, അതായത് ഉള്ളിയൊക്കെ ഒന്ന് വാടണമെങ്കിൽ വേഗം വാടണമെങ്കിൽ ഉപ്പിടുന്നത് നല്ലതാണ്. അതുകൊണ്ട് വേഗം കുറച്ച് ഉപ്പ് ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിന് ശേഷം നമുക്ക് ബീഫ് ആഡ് ചെയ്യാം. 1 കിലോ ബീഫുണ്ട് കേട്ടോ. ഇതിന് 1 കിലോ നല്ല കൊട്ടുള്ള ബീഫാണ് വേണ്ടത്, എന്നാലും അതിൻ്റെ കൊട്ടിൻ്റെ ആ രസമൊക്കെ ഇതിൻ്റെ അകത്ത് ചേർന്ന് വരും. പിന്നെ ഇതിൽ ആഡ് ചെയ്യുന്നത് മന്തി മസാല പൗഡറാണ്. എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഇത് കിട്ടുന്നുണ്ട്, അതുകൊണ്ട് നമുക്ക് വേഗം എളുപ്പത്തിലുണ്ടാക്കാം. വേറെ ഒന്നും ഞാൻ ചേർക്കുന്നില്ല. കുറച്ച് കുരുമുളക് പൊടി, 2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു 3 ടേബിൾ സ്പൂൺ മന്തി മസാലപ്പൊടിയും അതാ ചേർത്തിട്ടുള്ളൂ. അതിൽ 1 സ്പൂണ് ഗരം മസാലയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം കുക്കർ അടച്ച് നമുക്ക് ഒരു 6 വിസിൽ വരെ വേവിക്കാം. എൻ്റെ കുക്കറിന് 6 വിസിൽ മതിയേ. നിങ്ങൾ ഓരോരോ ആൾക്കാരുടെ കുക്കറിൻ്റെ രീതിയിലനുസരിച്ചിട്ട് ആക്കാം. ഇത് കണ്ടോ, നല്ല വെന്തിട്ട് വന്നിട്ടുണ്ട്, നന്നായി വെന്തിട്ട് വന്നിട്ടുണ്ട്. ബീഫൊക്കെ എല്ലാം നല്ലോണം അടിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് വേറെ പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് ഞാൻ വേറൊരു കുക്കറിൽ വെച്ചിട്ട് വെള്ളമൊക്കെ, ഇതിൻ്റെ മസാലയും ഗ്രേവിയും എല്ലാം കൂടി അളന്ന് വെള്ളം എല്ലാം കൂടി ഒന്ന് ഒഴിക്കുക. ഞാനിവിടെ എടുക്കുന്നത് ബസ്മതി റൈസാണ്. 1 ഗ്ലാസ് റൈസിന് 2 ഗ്ലാസ് വെള്ളം, അങ്ങനെയാണ് കണക്ക്. പിന്നെ അവിടെ 4 ഗ്ലാസ് റൈസ് എടുത്തിട്ടുണ്ട്, അതിന് കണക്കായിട്ട് 8 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട്. വെള്ളമൊക്കെ ഒഴിച്ചതിന് ശേഷം നമുക്ക് റൈസ് അതിനകത്ത് ആഡ് ചെയ്യാം. ഞാൻ നേരത്തെ അരിയൊക്കെ കഴുകി കുതിർത്ത് ഒരു 1 മണിക്കൂറോളം വെച്ചിട്ടുണ്ടായിരുന്നു.
നേരത്തെ മസാലയിൽ ഉപ്പ് ആഡ് ചെയ്തുകൊണ്ട് കുറച്ച് പിന്നെ റൈസിന് വേണ്ടിയിട്ട് കുറച്ചും കൂടി ഉപ്പ് വേണം. അതുകൊണ്ട് ഞാൻ ഒരു ടേബിൾ സ്പൂൺ 1.5 ടേബിൾ സ്പൂൺ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. നല്ലോണം മിക്സാക്കി നല്ലോണം കുക്കറിൽ ഒരൊറ്റ വിസിൽ വരെ വെക്കാം. ഒന്ന് വെന്ത് വരട്ടെ. ഇതാ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതായത് മന്തി ആകുമ്പം ഒന്ന് അടച്ച് വെച്ച് ഇത് വേണ്ടേ, സ്മോക്കി ഫ്ലേവർ വേണ്ടേ, അതുകൊണ്ട് നമുക്ക് വേറെ പാത്രത്തിലേക്ക് മാറ്റാം. പാൻ വെച്ചതിന് ശേഷം പാൻ ഒന്ന് ചൂടായ നോക്കുക. ചൂടായതിന് ശേഷം 1 ടേബിൾ സ്പൂൺ ഗീ അതിനകത്തൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ വെച്ച ഈ റൈസ് എല്ലാം കൂടി അതിനകത്ത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നല്ല സ്പ്രെഡ് ചെയ്ത് വെക്കുക. ഇതിൽ പച്ചമുളക് ഇങ്ങനെ കുഴിയായി കുത്തി വെച്ചെടുക്കുക അതിൻ്റെ അകത്ത്. പിന്നെ ഇതിൻ്റെ നടുക്ക് ചാർക്കോൾ അല്ലെങ്കിൽ കണലുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത്. നടുക്ക് ഒരു പാത്രത്തിൽ ഒരു കണലെടുത്ത് തീയിൽ ചൂടായതിന് ശേഷം ഒരു സ്പൂൺ ഗീയോ ഓയിലോ മറ്റോ ഒഴിച്ചെടുത്ത് ഈ ചോറിൻ്റെ നടുക്ക് ഒരു പാത്രത്തിലാക്കി വെച്ചിട്ട് സാധാരണ ഗ്ലാസ് അടുപ്പിനോട് അടിച്ചാൽ മതി. എൻ്റെ കയ്യിൽ അതില്ലാത്തത് കൊണ്ട് ഞാൻ ഫോയിൽ വെച്ച് മൂടി അതിൻ്റെ മേലെ ഞാൻ ഗ്ലാസിൻ്റെ അടുപ്പും വെച്ച് മൂടുക ചെയ്തത്. ഒരു അരമണിക്കൂറോളം ഇങ്ങനെ ചെയ്യണേ, എന്നാലേ ആ ഫ്ലേവറും എല്ലാം റൈസിൻ്റെ എല്ലാം കൂടി ഒന്ന് അടഞ്ഞ് നല്ലതായി വരും. ഒരു അരമണിക്കൂറോളം അങ്ങനെ വെച്ച് കൊടുക്കണം. ഇപ്പോൾ കണ്ട നല്ല ചോറൊക്കെ നല്ല റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് സെർവ് ചെയ്യാം. ചോറൊക്കെ കഴിഞ്ഞതിന് ശേഷം ചായക്ക് എന്താക്കാമെന്ന് കരുതി വെക്കുമ്പോൾ പിന്നെ എനിക്ക് ഓർമ്മ വന്നത് സേമിയത്തിനെ കൊണ്ടുള്ള ഒരു റെസിപ്പി. കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട റെസിപ്പി കേട്ടോ. മധുരത്തിൻ്റെ ആയതുകൊണ്ട് കുട്ടികൾക്ക് സ്നാക്സ് ആയിട്ട് കൊടുക്കാനൊക്കെ നല്ലതാണ്. അത് 2 ടൈപ്പായിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അത് ഇതിൽ കാണിച്ചു തരാം. ആദ്യം ഒരു പാന് ചൂടായതിന് ശേഷം ഒരു 3 ടേബിൾ സ്പൂൺ ഗീ വേണം കേട്ടോ. അതെന്ന് വെച്ചാൽ നല്ലോണം വറുക്കണം ഈ സേമിയ. അപ്പം അതിനകത്തേക്ക് സേമിയ ആഡ് ചെയ്യാം. അതൊന്ന് നല്ലോണം വറുത്ത് നല്ല മൂത്ത് വരട്ടെ. ഇതിൽ 250 മില്ലിൻ്റെ കണ്ടൻസ് മിൽക്കാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പം അത് ഫുള്ളായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഇപ്പം നമ്മൾ സാധാരണ വലുത് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്തുള്ള നേരെ ഹാഫായിട്ട് ഇടുക. ഇതും കൂടി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് നല്ലോണം കുറുകി നല്ല ഒട്ടിപ്പിടിക്കുന്ന രീതിയിലായിട്ട് വരണം കേട്ടോ. ഇതാണ് കേട്ടോ പരുവം. കണ്ടോ, നല്ല ഒട്ടിപ്പിടിക്കുന്ന നല്ല തിക്കായിട്ട് ഉണ്ടാവണം. അതും ചൂടോടെ ഇത് വേണം നമ്മൾ പാത്രത്തിലേക്ക് മാറ്റാൻ. എന്നിട്ട് അതൊക്കെ ഒരു ബോൾ ഷേപ്പ് ആക്കിയിട്ട് വെക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ കട്ട്ലേറ്റിന് നമ്മൾ ആക്കുന്ന പോലെ റൗണ്ട് ഷേപ്പിലാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാൻ ഇത് എടുത്ത് ഉരുള പോലെ ആക്കി എന്നിട്ട് ഞാൻ ഫോയിൽ വെച്ചിട്ട് പരത്തുകയാണ് ചെയ്തത്.
അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ കട്ട്ലേറ്റിൽ അത് നമ്മൾ കൈനെ കൊണ്ട് പരത്തിയാലും മതി. അങ്ങനെ ആക്കിയിട്ട് ഞാൻ കുറച്ച് ഇതങ്ങ് ചെയ്തു. ഇതിന് ശേഷം ഒരു ബൗളിൽ ബാക്കിയുള്ള മിക്സ്ചർ കൂടിയിട്ട് ഇട്ടൊന്ന് പ്രസ് ചെയ്ത് അമർത്തി ഒരു ബാസ്ക്കറ്റ് പോലെ ആക്കി വെക്കുക. അത് ഫുൾ കവർ ചെയ്ത് വെക്കുക. അതിന് മുകളിൽ കസ്റ്റേർഡ് മിക്സ്ചറും കൂടി ആഡ് ചെയ്യാം. അതിന് ശേഷം കുറച്ച് നമ്മുടെ എന്തൊക്കെ ഫ്രൂട്ട്സ് ഉണ്ടോ അതൊക്കെ അതും ആഡ് ചെയ്യാം. അപ്പോൾ സേമിയ കസ്റ്റേർഡ് ഫ്രൂട്ട് പുഡിങ് റെഡിയായി. അതും ഇതുകൊണ്ടിപ്പോൾ 2 ഐറ്റംസ് ആയില്ലേ, സേമിയത്തിൻ്റെ ഇതിനെ കൊണ്ട് 2 ഐറ്റംസ് ആയി. അപ്പോൾ നല്ലൊരു പുഡിങ്ങായി. നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ സ്നാക്സ് ആയിട്ട് ബിസ്ക്കറ്റുമായി, സേമിയ ബിസ്ക്കറ്റുമായി. അങ്ങനെ ചായയൊക്കെ കുടിച്ച് നിസ്കാരങ്ങളൊക്കെ കഴിഞ്ഞ് ഏശാ ബാങ്കും നിസ്കാരങ്ങളും കഴിഞ്ഞിട്ടാണ് നമ്മൾ പുറത്തിറങ്ങിയത്. ഇവിടെ സൗദിയിൽ ബാങ്ക് കൊടുത്ത സമയം ഷോപ്പ് മാളും എല്ലാം അടച്ചിടും. അപ്പം അതിലേക്ക് കയറാൻ കഴിയില്ല, പുറത്ത് നിൽക്കേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ അങ്ങനെ പോവാറ്, മിക്കവാറും അങ്ങനെ പോവാറ്. അതുകൊണ്ട് നമ്മൾ സലാം മാളിലാണ് പോയത്. കുറച്ച് പർച്ചേസിങ് ഉണ്ടായിന്, വീട്ടാവശ്യങ്ങൾക്കുള്ള സാധനങ്ങൾ. അപ്പോൾ കാരിഫോർ അവിടെ ഉണ്ട്, കാരിഫോറിലാണ് നമ്മൾ പോകുന്നത്. കാരിഫോറിൽ കുറച്ച് ഓഫേഴ്സൊക്കെ കാണുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ സാധനങ്ങളിൽ കുറച്ചെടുത്ത് പിന്നെ ഇലക്ട്രോണിക്സിൻ്റെ സെക്ഷനിലേക്ക് കുറച്ച് ഓഫേഴ്സ് കാണുന്നുണ്ട്. മിക്സി, ബ്ലെൻഡർ അതിനൊക്കെ. പക്ഷെ അതൊന്നും വേണ്ടിയിരുന്നില്ല. പിന്നെ കുട്ടികൾ നേരെ പോയത് അവരെ കിഡ്സ് സെക്ഷനിലേക്കാണ്, അവർക്ക് വേണ്ടുന്ന സാധനങ്ങൾ എടുക്കാൻ. അതൊക്കെ കുറേ അങ്ങനെ നോക്കി. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു ഷോപ്പിൽ കയറിയിട്ടുണ്ടായിരുന്നു. നോക്കുന്ന സമയത്ത് അവിടുന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിട്ടില്ല. കുറച്ച് ആൾക്കാരൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ക്യാമറ ഞാൻ ഓഫാക്കി കഴിഞ്ഞു. കുറച്ച് ഡ്രസ്സൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുള്ള ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു. കുട്ടികളതാണെങ്കിലും നല്ലതുണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിൽ നിന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായില്ല. അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. ലേഡീസിൻ്റെ നല്ല ഗൗണ്, നല്ല ടോപ്സൊക്കെ ഉണ്ടായിരുന്നു. റേറ്റൊക്കെ അത്രയേ ഉള്ളൂ, ചെറിയ റേറ്റും. പിന്നെ ഞാനൊരു മിന്നി എന്ന് പറഞ്ഞ ഷോപ്പിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. അവിടെ നല്ല നല്ല സാധനങ്ങളുണ്ടായിരുന്നു. അത്ര വലിയ വിലയൊന്നുമില്ല. നല്ല നല്ല സാധനങ്ങൾ, അതായത് പ്ലേറ്റ്, ഫേണിച്ചേഴ്സ്, പിന്നെ നമ്മുടെ ഡെക്കറേഷൻ ഐറ്റംസ് ഒക്കെ നല്ല നല്ല ഉണ്ടായിട്ടുണ്ട്. അപ്പം പാത്രങ്ങളൊക്കെ കാണുമ്പം നമ്മൾ സ്ത്രീകൾക്ക് എന്തായാലും ഒരു കണ്ണ് അങ്ങോട്ടേക്ക് പോകുമല്ലോ. അതുകൊണ്ട് ഞാനൊന്ന് പോയി നോക്കി, കുറച്ചൊക്കെ നോക്കി, കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. വീട്ടിൽ വേണ്ടുന്നുള്ള സാധനങ്ങൾ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. കുറച്ച് പ്ലേറ്റ്സ് അങ്ങനത്തൊക്കെ, പിന്നെ ബേക്കിംഗ് ടൂൾസ് അതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല നല്ലതാണ്. പക്ഷെ അതങ്ങനെ കൂടുതലായിട്ടൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിട്ടില്ല. നമ്മൾ നാട്ടിൽ നിന്ന് ഷൂട്ട് ചെയ്യുന്ന പോലെ ഒന്നും അങ്ങനെ പറ്റില്ല ഇവിടെ നിന്ന്. അതുകൊണ്ട് അങ്ങനെ അതൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. ഇതൊന്നും ആൾക്കാരൊന്നും ഇല്ലാത്ത സെക്ഷൻ നോക്കി ഞാൻ ഷൂട്ട് ചെയ്തതാണ് കേട്ടോ. പിന്നെ ഫാൻസിൻ്റെ അടുത്തത്തെ നമ്മൾ എന്തായാലും ഒന്ന് നോക്കും. സ്വതവേ അതങ്ങനെയാണ്. ഞാനൊരു 2-3 ഫാൻസി മാലകളൊക്കെ എടുത്ത്.
പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞു. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി ഇനി നേരെ റൂമിലേക്ക് തിരിക്കാറ്. അല്ലെങ്കിൽ ചില ടൈം നമ്മൾ കോർണേഴ്സിലൊക്കെ പോക്കാറുണ്ട്. ഇപ്പം ഇന്ന് ലേറ്റ് ആയതുകൊണ്ട് കോർണേഴ്സിലൊന്നും പോകുന്നില്ല. ഇപ്പം തന്നെ 11 മണിയൊക്കെ ആയി. പിന്നെ നമ്മൾ ലേറ്റ് ആയിട്ടാണല്ലോ റൂമിൽ നിന്ന് ഇറങ്ങിയത്. ഇപ്പോൾ തണുപ്പായതുകൊണ്ട് കോർണേഴ്സിലേക്കൊന്നും അടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് കുട്ടികളെല്ലാം ഉണ്ടായതുകൊണ്ട് അതുകൊണ്ട് വേഗം റൂമിലേക്ക് തിരിച്ചു. എല്ലാവർക്കും ഈ വ്ളോഗ് ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യുക. ഇനി ഇൻഷാ അല്ലാഹ് അടുത്തൊരു വ്ളോഗുമായിട്ട് കാണുന്നത് വരെ അസ്സലാമു അലൈക്കും. ബൈ.